ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പഞ്ഞി പോലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സോഫ്റ്റാണ്, വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു അപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ഇട്ടത്. വൈകുന്നേരം നമ്മളിത് എടുത്തിട്ട് വൈകുന്നേരം കഴിക്കുകയാണെങ്കിലും അതേ സോഫ്റ്റ്നെസ്സോടെ തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. 1 കപ്പ് പച്ചരിയും അതിലേക്കൊരു 1/4 കപ്പ് ഉഴുന്നുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വരാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി പോകരുത്, നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും അത് അരച്ചെടുക്കാം. ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈസ്റ്റ് ഇപ്പോൾ തന്നെ ചേർക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ലാസ്റ്റത്തെ ബാച്ച് അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തു, ഇനി ഒരു 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മതിയാവും കേട്ടോ, അത്രയും മതി. പിന്നെ ഈ ഒരു ബാറ്റർ ഞാനിപ്പോൾ ബൗളിലേക്ക് ഒഴിക്കുന്നില്ല, അത് അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടെ അത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് ഒഴിച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കപ്പി കാച്ചുക എന്ന് പറയില്ലേ, അങ്ങനെ കപ്പി കാച്ചിട്ടാണ് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് പോയാൽ അത് പെട്ടെന്ന് അടി പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെ ഇങ്ങനെ കുറുകി വരും. ഇങ്ങനെ കുറുകി വന്നാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ആ ബ്ലെൻഡറിൽ നമ്മൾ കുറച്ച് മാവ് അവിടെ ബാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ആദ്യം തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് പേസ്റ്റ് രൂപത്തിൽ ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇനി കൂടുതൽ അരയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ബാറ്ററും കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 8 മണിക്കൂറൊക്കെ ഫെർമൻ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, ഒന്നങ്ങ് താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ എടുത്തപ്പോൾ. ഇനി നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മേലെ കാണുന്ന പതഞ്ഞ് വന്നിരിക്കുന്നത് കാണില്ലേ, ആ പതഞ്ഞ് വന്നിരിക്കുന്നതൊന്നും പോവരുത്. ആ പതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെയുള്ള അപ്പം കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇത്രയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാം.
ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കത് നന്നായിട്ട് ചൂടായ ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കൂടുതൽ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. എന്നിട്ട് അതിൽ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് അടച്ചു വെക്കാം. അത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് പഞ്ഞ് പോലുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് എടുക്കുമ്പോൾ കൂടുതൽ എടുക്കേണ്ട കേട്ടോ. കൂടുതലെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം പഞ്ഞു പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതലെടുത്താൽ ആ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിലേക്ക് കുത്തൽ വരിക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ എടുത്താൽ തന്നെ നന്നായിട്ട് അത് എടുത്തിട്ട് വരും. അപ്പോൾ അത് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐഡിയിലോ ഒക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എനിക്ക് ഇത്തിരി സന്തോഷമാവും. നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക്